से जरूरी दिला। Hi guys. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ചാർമിനാർ. അതെ, ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചാർമിനാർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷമാണ്. Nice, very cool. Not cool, but it's very hot. Yes, it's very hot. അപ്പം ചൂടായതുകൊണ്ട് ഞങ്ങൾ ഒരു ഈവനിങ് ഒരു 4:30 ആകുമ്പോഴാണ് ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ്സ് ഒക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ കാർ എടുക്കുന്നില്ല, സ്കൂട്ടർ എടുക്കുന്നില്ല, ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പം നമുക്ക് ചാർമിനാറിൻ്റെ വിശേഷങ്ങൾ കാണാം. എന്തായാലും ചാർമിനാർ എന്ന് പറയുമ്പോൾ തന്നെ ബാഗും തൂക്കിയെടുക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. കാരണം എനിക്ക് ചാർമിനാർ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ PG ടൈമിൽ ഞാൻ ഫസ്റ്റ് ഇവിടെ ടൂർ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഈ ഒരു സ്ഥലമായിട്ട് പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് ഓട്ടോകളൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ചൂടും അതിൻ്റെ കാഠിന്യവും ഒക്കെ നന്നായിട്ട് തന്നെ അനുഭവിച്ചു. ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഓട്ടോ ചേട്ടനുണ്ടല്ലോ, അത്യാവശ്യം പ്രായമുള്ള ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ ആളുടെ ഒരു ഓട്ടോ ഓടിക്കുമെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആ വണ്ടർലാൻഡിൽ റൈഡ് പോയതുപോലെയായിരുന്നു. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓട്ടോ ഓടിക്കലായിരുന്നു കേട്ടോ. എന്നാൽ നമ്മുടെ ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിൻ്റെ ഹൃദയഭാഗത്താണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ കാറിൽ സ്കൂട്ടറൊന്നും എടുക്കാത്തതിൻ്റെ കാരണം ഇതാണ്. കാരണം നമുക്ക് പാർക്കിംഗ് സൗകര്യം ഇവിടെ തീരെയില്ല. ഇത്രയും ജനത്തിരക്കുള്ളൊരു സ്ഥലം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. നിന്ന് തിരിയാനുള്ള സ്ഥലം ഇവിടെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായുള്ള തീരുമാനമായിരുന്നു ഓട്ടോയിൽ പോകുക എന്നുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ 16 കിലോമീറ്റർ ഈ സമ്മർ ടൈമിലെ യാത്ര എന്ന് പറയുന്നത് പുട്ടുകുളത്തിൽ വെച്ച് പുഴുങ്ങിയെടുത്തൊരു അവസ്ഥയായിരുന്നു. അവസാനം ഞങ്ങൾ ആ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു അവസ്ഥ ഏതാണ്ട് ഇതുപോലായിരുന്നു. എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ സ്ഥലം? എനിക്ക് പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം. చార్మినార్ సందర్శకులకు ఒక ముఖ్య గమనిక. ఈ జగన్ పిక్ పాకెట్లు మరియు మొబైల్ దొంగలు ఉన్నారు. पुलिस की जानिब से जरूरी दिला। चार्मिनार അങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിലും ഞാനും ഒരു സെറ്റ് വള വാങ്ങിച്ചു കേട്ടോ മോൾക്ക് വേണ്ടിയിട്ട്. വെറും 100 രൂപ മാത്രമേ ഉള്ളൂന്നേ. കാരണം ഇവിടെ ഒന്നും ബാർഗെയിനിങ് ചെയ്യാനേ നമുക്ക് തോന്നില്ല, അത്രയ്ക്ക് ചീപ്പ് റേറ്റിലാണ് അവർ തരുന്നത്. അപ്പോൾ ഈ ഒരു പൂവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. ഞങ്ങൾ ഒരു പൂവിന് 150 വെച്ചിട്ട് ബാർഗെയിൻ ചെയ്തപ്പോൾ ആ പൂക്കാരന് ഞങ്ങൾക്ക് 2 എണ്ണമാണ് 150 രൂപയ്ക്ക് തന്നത്. നമ്മുടെ മലയാളികളെ ബാർഗെയിനിൽ തോപ്പിക്കാൻ പറ്റുമോ? ചാർമിനാറും ഷോപ്പിംഗും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയും പോകുന്നത് പാരഡൈസിലോട്ടാണ്. ഹൈദരാബാദിൻ്റെ ഫേമസ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴി ഹുസൈൻ സാഗർ ലേക്കിലെ ബുദ്ധ പ്രതിമയും കാണാൻ സാധിച്ചു. എത്ര ഫേമസ് ആൾക്കാർ വന്ന സ്ഥലമാണെന്നറിയോ? വന്ന ആൾക്കാരുടെ മൊത്തം പടം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനൊപ്പം ഞങ്ങളും ഇവിടെ കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് മട്ടൻ ബിരിയാണിയാണ്. ഹൈദരാബാദ് ബിരിയാണി എന്ന് പറഞ്ഞാൽ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു സ്വാദ് എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. അത്ര ടെൻഡറായിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള മീറ്റാണ് ഇവിടെ കിട്ടുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ മട്ടൻ കഴിക്കാത്ത ഒരാളാണെങ്കിൽ പോലും എനിക്ക് ഈ ഒരു ബിരിയാണി വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഹൈദരാബാദി ബിരിയാണി. ഇതിനൊപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫേമസ് ആയിട്ടുള്ള കുബാനിക്ക മീട്ട എന്ന് പറഞ്ഞ സ്വീറ്റാണ്. അപ്പോൾ 2 ഫേമസ് സ്വീറ്റ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്, കുബാനിക്ക മീട്ടയും ഡബിൾ ക മീട്ടയും. പക്ഷേ എനിക്ക് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ ക മീട്ടയാണ്. അത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ.
അങ്ങനെ വേൾഡ് ഫേമസ് ചാർമിനാറും ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണിയും കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ശ്രീ.